ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട് മുമ്പ് ഈ സമരം പരിഹരിക്കുന്നത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിന് ഒരു ദോഷകരമായ ഒന്നാണ്. അത് തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക സംഗമം, അന്താരാഷ്ട്ര സംഗമം കൊച്ചിയിൽ നടക്കാൻ പോകുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ആലോചനാ യോഗം നടക്കുമ്പോൾ ഞാൻ ഉന്നയിച്ച ഒരു കാര്യമാണത്. അപ്പോൾ ഇത്രയും ഒരു വലിയൊരു സാംസ്കാരിക സംഗമം, മാനവികതയും മനുഷ്യസ്നേഹവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഇങ്ങനെ കുറേ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു. അവർ ആ സമരം അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത് എന്ത് തന്നെയായിരുന്നാലും ശരി, അതൊന്നും പൊതുസമൂഹത്തെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താനും പറ്റത്തില്ല. അപ്പോൾ ആ അവസ്ഥയിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ല എങ്കിൽ അത് ഗവൺമെൻറ്റിന് ദോഷം ചെയ്യുന്ന വളരെ സദുദ്ദേശപരമായ ഒരു അഭിപ്രായം, അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു അഭിപ്രായമാണ്. അത് ഞാൻ പ്രകടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു എന്ത് അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രയും പ്രവർത്തനങ്ങൾക്ക് ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കി എന്നുള്ളത് മറ്റൊരു കാരണവും കാണുന്നില്ല.